2017 നടന്ന +1 ബയോളജി ഹാഫ് ഇയർലി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബോട്ടണി ഭാഗത്തെ ക്വസ്റ്റ്യൻ അനാലിസിസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ. ബോട്ടണി ഭാഗത്തിന് 30 മാർക്ക്, സുവോളജി ഭാഗത്തിന് 30 മാർക്ക്, അങ്ങനെ ബയോളജിക്ക് 60-ലാണ് മാർക്ക്. ഇതിൽ ബോട്ടണി ഭാഗത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ്. ബോട്ടണി ഭാഗത്ത് 3 സെക്ഷൻസിലായിട്ടാണ് ചോദ്യങ്ങൾ ഉള്ളത്. ഒന്നാമത്തെ സെക്ഷനിൽ 2 ചോദ്യങ്ങൾ ചോയ്സ് ഇല്ല, ഓരോ മാർക്ക് വെച്ച് 2 മാർക്കിന്. രണ്ടാമത്തെ സെക്ഷനിൽ 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം, 10 ചോദ്യങ്ങൾ 2 ചോയ്സ് അടക്കം, അപ്പോൾ 16 മാർക്ക് അതിന് കിട്ടും. മൂന്നാമത്തെ സെക്ഷനിൽ 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ 4 എണ്ണം ഉത്തരം എഴുതണം. 3 മാർക്ക് വെച്ചിട്ട് 4 എണ്ണം ഉത്തരം എഴുതുമ്പോൾ 12 മാർക്കിന് ചോദ്യങ്ങൾ. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും സെക്ഷനിലുമൊക്കെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മാറ്റങ്ങൾ വരാം. ഓരോ ക്വസ്റ്റ്യൻ അനാലിസിസ് നടത്തുമ്പോഴും അതിൻ്റെ വിഷ്വൽ ഇഫക്റ്റ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയും. ചോയ്സ് ഉള്ള ഉത്തരങ്ങൾ അത്തരം ചോയ്സുകളടക്കം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലോ. ഒന്നാമത്തെ സെക്ഷൻ, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. ദി ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗാമിറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഈസ് കോൾഡ് എ ജെമ്മ, ബി പ്രോതാലസ്, സി പ്രോട്ടോണിമ ആൻഡ് ഡി ക്യാപ്സ്യൂൾ. ടെറിഡോഫൈറ്റുകളുടെ പ്രകാശ സംശ്ലേഷണത്തിന് കഴിവുള്ള ഗാമിറ്റോഫൈറ്റ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? തന്നിട്ടുള്ള വിവിധ ഓപ്ഷൻസുകൾ ഏതൊക്കെയാണെന്ന് വിശദമാക്കാം. ജെമ്മെ ആർ ഗ്രീൻ മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബഡ്സ് വിച്ച് ഡെവലപ്പ് ഇൻ സ്മോൾ receptacles in the thallus called gemme cups. The gemme are detached from the parent body and germinate to form new individuals. ഇത് മാർക്കാൻഷ്യ പോലെയുള്ള ലിവർ വർട്ടുകളിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഇത് മാതൃചെടിയിൽ നിന്ന് വേറിട്ട് പുതിയ ചെടിയായി വളരാൻ ശേഷിയുള്ള അസെക്ഷൽ ബഡ്സ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ പ്രോതാലസ്. എന്താണെന്ന് നോക്കാം. ദി സ്പോർസ് ജെർമിനേറ്റ് ടു ഫോം എ തിൻ ഹാർട്ട് ഷേപ്ഡ് photosynthetic structure called prothallus. The prothallus is the haploid gametophyte in pteridophytes. ടെറിഡോഫൈറ്റ് പ്ലാന്റ്സിൽ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത്, അത് ഹാപ്ലോയിഡ് സ്പോർസ് ആണ്. ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചറാണ് ഗാമിറ്റോഫൈറ്റ്. അതിൽ ആണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റ്സ് എന്നീ സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. ഈ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പ്രോതാലസ്. ഇതൊരു ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റ് ബോഡിയാണ്, ഗ്രീൻ കളേർഡാണ്, സ്വയം വളർന്നു വരാൻ ശേഷിയുള്ളതാണ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പോറോഫൈറ്റ്. അടുത്ത ഓപ്ഷൻ പ്രോട്ടോണിമ. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ദി ജെർമിനേഷൻ ഓഫ് സ്പോർ. പടത്തിൽ കാണുന്നത് പോലെ ദി പ്രോട്ടോണിമ ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെൻ്റസ് സ്റ്റേജ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റുകളായ മോസ് പ്ലാന്റുകളിൽ അവയുടെ ഗാമറ്റോഫൈറ്റ് ജനറേഷനിൽ പ്രിലിമിനറി സ്റ്റേജാണ് പ്രോട്ടോണിമ സ്റ്റേജ്. ഇവ ഗ്രീൻ കളേർഡാണ്, ബ്രാഞ്ചഡാണ്, ഫിലമെൻ്റ് രൂപത്തിലുമുള്ളതാണ്. അടുത്ത ഓപ്ഷൻ ക്യാപ്സ്യൂൾ. ഇൻ മോസ് പ്ലാന്റ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദി സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു സ്പോറോഫൈറ്റ്. ദി സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ബ്രയോഫൈറ്റുകളായ മോസ് പ്ലാന്റുകളിൽ ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നതാണ് സ്പോറോഫൈറ്റ്. ഇത് ഗാമറ്റോഫൈറ്റിന്മേൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ സ്പോറോഫൈറ്റിൻ്റെ 3 ഭാഗങ്ങളാണ് ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ചിത്രം നിരീക്ഷിച്ചാൽ ക്യാപ്സ്യൂൾ ഭാഗം കാണാം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓപ്ഷൻ ബി പ്രോതാലസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, fill in the blank. Epidermal hairs on the stem of certain plants are called dash. ചില സസ്യങ്ങളുടെ കാണ്ഡത്തിൻ്റെ
എപ്പിഡെർമിസിൽ കാണുന്ന രോമസദൃശ്യമായ ഭാഗങ്ങളാണ് ഡാഷ്. കാണ്ഡത്തിൻ്റെ എപ്പിഡെർമിസിന്മേലും റൂട്ടിൻ്റെ എപ്പിഡെർമിസിന്മേലും ഹെയേഴ്സ് ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ടിൻ്റെ എപ്പിഡെർമൽ ഹെയേഴ്സാണ് റൂട്ട് ഹെയേഴ്സ്. എന്നാൽ കാണ്ഡത്തിന്മേലുള്ള എപ്പിഡെർമൽ ഹെയേഴ്സാണ് സ്റ്റെം ഹെയേഴ്സ് അല്ലെങ്കിൽ ട്രൈക്കോംസ്. ഇവ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. സോ ഉത്തരം ട്രൈക്കോംസ്, 1 മാർക്ക്. അടുത്ത സെക്ഷൻ, ആൻസർ എനി 8 questions. Each question carries 2 marks. Question number 3. Observe the figure given below. താഴെ തന്നിരിക്കുന്ന പടത്തിലെ ഐഡൻറ്റിഫൈ ദി പാർട്സ് എ ആൻഡ് ബി. The movement of water through the root is ultimately symblastic in the endodermis. Give reason. വേരുകളിലൂടെയുള്ള ജലത്തിൻ്റെ സഞ്ചാരപാത എൻഡോഡെർമിസിൽ സിംപ്ലാസ്റ്റിക് പാത്വേയിലൂടെയാണ്. കാരണം എഴുതുക. ഈ പടം സൂചിപ്പിക്കുന്നത് വാട്ടർ മൂവ്മെൻറ്റ് ത്രൂ ദി റൂട്ട് സെൽസ് ആണ് എന്ന് നമുക്കറിയാം. അതിൽ സൈറ്റോപ്ലാസം ടു സൈറ്റോപ്ലാസം, സെൽ ടു സെൽ വാട്ടർ മൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ലേബൽ ചെയ്യേണ്ടത് എ, ബി എന്നീ ഭാഗങ്ങളാണ്. റൂട്ട് ഹെയേഴ്സ് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്നു. അത് കോർട്ടെക്സ് ടിഷ്യൂവിലൂടെ എൻഡോഡെർമിസ് വഴി പെരിസൈക്കിൾ സെല്ലിലൂടെ സൈലം ടിഷ്യൂവിലെത്തുന്നു. റൂട്ടിൻ്റെ സൈലത്തിൽ നിന്ന് സ്റ്റെമ്മിൻ്റെ സൈലത്തിലേക്ക് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ എ എന്ന ലേബൽ ചെയ്യേണ്ട ഭാഗം എൻഡോഡെർമിസ് സെല്ലിൻ്റെ ഇരുവശങ്ങളിലേക്കും നീണ്ടിരിക്കുന്ന ബ്ലാക്ക് ബ്ലോക്കുകളാണ്. ഈ ബ്ലോക്കുകൾ സൂചിപ്പിക്കുന്നത് വാട്ടർ കണ്ടക്ട് ചെയ്യുന്ന എൻഡോഡെർമിസ് സെല്ലിന് സമീപമുള്ള സെല്ലുകളിൽ ബ്ലോക്കുകൾ ഉണ്ട് എന്നാണ്. അതിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടാകാൻ കാരണം അവ അത്തരം സെല്ലുകളിൽ കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് പറയുന്ന തിക്കനിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. കാസ്പേറിയൻ തിക്കനിങ് ഉള്ള സെല്ലുകളിലൂടെ വാട്ടർ കണ്ടക്ഷൻ നടക്കുന്നില്ല. സോ ദാറ്റ് ദി ലേബൽ എ ഈസ് ഇൻഡിക്കേറ്റിംഗ് ദി കാസ്പേറിയൻ സ്ട്രിപ്പ് ആൻഡ് ബി ഇൻഡിക്കേറ്റ്സ് ദി സൈലം. ഇനി രണ്ടാം ഭാഗത്തിൻ്റെ ഉത്തരം. ഇൻ സിംപ്ലാസ്റ്റ് പാത്വേ വാട്ടർ മൂവ്സ് ത്രൂ ദി സൈറ്റോപ്ലാസം, ദറ്റ് ഈസ് ത്രൂ പ്ലാസ്മോഡെസ്മേറ്റ. ഡ്യൂറിങ് സിംപ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് water moves through the cytoplasm of cells. So cytoplasmic streaming helps symplastic pathway as in the case of hydrilla. അതായത് വാട്ടർ മൂവ്മെൻറ്റ് അപ്പോപ്ലാസ്റ്റ് പാത്വേയിലൂടെ ആയാലും, അതായത് സെൽ വോളിനും സെൽ മെംബ്രെയിനും ഇടയിലൂടെ കടന്നു വന്നാലും അവസാനം അത് എൻഡോഡെർമിസ് സെല്ലിൽ നിന്ന് പെരിസൈക്കിളിലൂടെ സൈലത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. എൻഡോഡെർമിസ് സെല്ലിൽ നിന്ന് പെരിസൈക്കിളിലേക്ക് കടക്കുന്നത് സൈറ്റോപ്ലാസത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് എപ്പോഴായാലും അൾട്ടിമേറ്റ്ലി ദി സിംപ്ലാസ്റ്റ് പാത്വേ ഈസ് ദി പാത്വേ ത്രൂ വിച്ച് വാട്ടർ ഈസ് മൂവിങ് ഫ്രം ദി എൻഡോഡെർമിസ് ത്രൂ ദി പെരിസൈക്കിൾ ടു ദി സൈലം ഇൻ സ്റ്റെം. ലേബലിങ്സിനും എക്സ്പ്ലനേഷനും കൂടെ 2 മാർക്ക്. നാലാമത്തെ ചോദ്യം, അനലൈസ് ദി ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. തന്നിരിക്കുന്ന ടേബിളിൽ 3 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്, 3 റോസും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ എ ഡാഷ്, ബി ഗ്രീൻ ആൽഗെ, സി സ്റ്റാർച്ച്. രണ്ടാമത്തെ റോയിൽ ഡിയോഫൈസിയെ, ബി കോളം ബി ഡാഷ്, സി ഡാഷ്. മൂന്നാമത്തെ റോയിൽ റോഡോഫൈസിയെ, റെഡ് ആൽഗെ, ഡി ഡാഷ്. ടേബിൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എ കോളം ഓരോ ഗ്രൂപ്പ് ആൽഗകളുടെയും ടെക്നിക്കൽ ടേമാണ്, ബി കോളം അവയുടെ കോമൺ നെയിമാണ്, സി കോളം അവ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് മെറ്റീരിയലിൻ്റെ പേരാണ്. സോ എ ഡാഷ് ഈസ് ക്ലോറോഫൈസിയെ, ബി ഡാഷ് എന്നുള്ളത് ഫിയോഫൈസിയയിലെ മെമ്പേഴ്സിൻ്റെ കോമൺ നെയിം ബ്രൗൺ ആൽഗെ, സി ഇൻഡിക്കേറ്റ്സ് ലാമിനാരിൻ ഓർ മാനിറ്റോൾ. ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി. നാലാമത്തെ ഡി റെഡ് ആൽഗയിലെ സ്റ്റോർഡ് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. 4 ഉത്തരങ്ങളും ശരിയായാൽ 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 5. RH Whittaker classified organisms into 5 kingdoms based on certain criteria. Write any 4 criteria. Criteria of 5 kingdom classification are:
1. Cell structure. 2. Thallus organization. 3. Mode of nutrition. 4. Reproduction. 5. Phylogenetic relationships. ഏതെങ്കിലും 4 എണ്ണം ഉത്തരം എഴുതിയാൽ മതി. 2 സ്കോർ. Question number 6. 4 stages of mitotic karyokinesis are given below in an incorrect order. മൈറ്റോസിസിൻ്റെ ന്യൂക്ലിയസ് വിഭജന ഘട്ടങ്ങൾ ക്രമരഹിതമായി ചുവടെ നൽകിയിരിക്കുന്നു. അനാഫേസ്, പ്രോഫേസ്, ടീലോഫേസ്, മെറ്റാഫേസ്. ഐഡൻറ്റിഫൈ ദി തേർഡ് സ്റ്റേജ് ഇൻ ദി ഓർഡർ ഓഫ് ഒക്കറൻസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് 2 ഫീച്ചേഴ്സ്. മൂന്നാമത് നടക്കുന്ന വിഭജനഘട്ടം ഏതാണെന്ന് കണ്ടെത്തി അതിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. മൈറ്റോസിസിൻ്റെ 4 ഘട്ടങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. മൂന്നാമത്തെ സ്റ്റേജ് അനാഫേസ് ആണെന്ന് പടത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അനാഫേസിൻ്റെ 2 ക്യാരക്ടേഴ്സ് എഴുതുക. 1. The centromere of the chromosomes split and the chromatids separate. 2. രണ്ടാമത്തെ ക്യാരക്ടർ. The spindle fibers contract so that the chromatids separate and move towards the respective poles. മൂന്നാമത്തെ സ്റ്റേജ് അനാഫേസ് എന്നെഴുതുന്നതിന് 1 മാർക്ക്, 2 ക്യാരക്ടേഴ്സ് എഴുതുന്നതിന് 1 മാർക്ക്, മൊത്തം 2 മാർക്സ്. 7th question. Anatomical features of a plant are given below. Colongymatous hypodermis, open vascular bundles. Identify the plant part and write other 3 features of the identified plant parts. തന്നിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് വെച്ച് പ്ലാൻ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഈസ് ഹാവിങ് കേംബിയം ഫോർ ദി സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത് ഡൈക്കോട്ടിലാണല്ലോ. സോ ഇറ്റ് ഈസ് എ ഡൈക്കോട്ട്. നൗ ദി അതർ ക്യാരക്ടർ. കോളങ്കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് ഈസ് പ്രസൻറ്റ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം only. So the structure identified is dicot stem. ഇനി ഡൈക്കോട്ട് സ്റ്റെമിൻ്റെ മറ്റ് 3 ഫീച്ചേഴ്സ് കൂടെ എഴുതണം. ഇതിൽ കാണിച്ചിട്ടുള്ള പടവും കൂടെ ശ്രദ്ധിക്കുക. ഗ്രൗണ്ട് ടിഷ്യൂ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, സ്റ്റീൽ ആൻഡ് പിത്ത്. വാസ്കുലാർ ബണ്ടിൽസ് ആർ ലിമിറ്റഡ് ഇൻ നമ്പർ and are arranged in a broken ring. Character. Vascular bundles are open. Character number 4. Colongymatous hypodermis. Character number 5. Sclerenchymatous bundle cap is present. 6. Bundle sheath is absent. And 7. Protoxylem lacuna is absent. Character number 8. Secondary growth is present. So these are the characters of ഡൈക്കോട്ട് സ്റ്റെം. ചോദ്യത്തിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും മറ്റ് 3 ഫീച്ചേഴ്സ് എഴുതുക. ഐഡൻറ്റിഫിക്കേഷൻ 1/2 മാർക്ക്, 3 ഫീച്ചേഴ്സിന് 1/2 മാർക്ക് വെച്ച് 1.5 മാർക്ക്, മൊത്തം 2 മാർക്ക്. 8ാമത്തെ ചോദ്യം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് ഓഫ് 2 ടൈപ്സ്. റൈറ്റ് ദെയർ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡിഫറൻസസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രധാനമായും 2 തരത്തിലുണ്ട്. അവ ഘടനാപരമായും ധർമ്മപരമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഘടനാപരവും ധർമ്മപരവുമായ വ്യത്യാസങ്ങൾ എഴുതുക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരമാണുള്ളത്. ഒന്ന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം RER ആൻഡ് ദി സെക്കൻഡ് വൺ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം SER. ഇവ തമ്മിലുള്ള സ്ട്രക്ചറൽ ഡിഫറൻസ്, ഘടനാപരമായ വ്യത്യാസം ആദ്യം പറയാം. 1. റഫ് ER. The endoplasmic reticulum with ribosomes on its walls is called a rough endoplasmic reticulum. It appears as granular or rough due to the attachment of ribosomes. And the second one, smooth ER. Endoplasmic reticulum without ribosomes on its walls is called a smooth endoplasmic reticulum. Its surface is smooth due to the absence of ribosomes. ഇനി ഇവയുടെ ഫങ്ഷണൽ ഡിഫറൻസ്, ധർമ്മപരമായ വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് RER, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. 1. പ്രോട്ടീൻ പ്രോസസ്സിംഗ്. ലൂമിനൽ സൈഡ് ഓഫ് RER possesses enzymes for processing polypeptide synthesized by attached ribosome. Then protein for support. Proteins formed by ribosomes attached to RER
enter its lumen for intracellular and extracellular transport. Then enzymes for lysosomes. Zymogens of lysosome enzymes are synthesized by RER. ഇനി സ്മൂത്ത് ERൻ്റെ ധർമ്മപരമായ വ്യത്യാസം. ഗ്ലൈക്കോജനോലൈസിസ്. Enzymes located over SER of liver cells take part in breakdown of glycogen. Fat synthesis. SER takes part in fat synthesis inside adipose cells. Spherosomes. They are believed to be formed from SER. Steroid hormones. SER takes part in synthesis of steroid hormones. Example, testosterone in testis, estrogen in ovary. ഓരോ സ്ട്രക്ചറൽ ഡിഫറൻസുകളും ഓരോ ഫങ്ഷണൽ ഡിഫറൻസുകളും എഴുതിയാൽ മതിയാകും. മൊത്തം 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 9. മാച്ച് ദി ഐറ്റംസ് ഓഫ് കോളം എ വിത്ത് ബി. റീകോമ്പിനേഷൻ നോഡ്യൂൾസ്, കയാസ്മേറ്റ, മെറ്റാഫേസ് പ്ലേറ്റ്, കൈനറ്റോകോർ. ബി കോളം, എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോംഡ് ഡ്യൂറിങ് ഡിപ്ലോട്ടിൻ, സൈഡ്സ് അറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ്, place from where the formation of new cells begins, plane of alignment of chromosomes, site of attachment of spindle fibers. Answer: recombination nodules, sites at which crossing over occurs. Then chiasmata, X-shaped structure formed during diplotin. Metaphase plate, plane of alignment of chromosomes. And kinetochore, site of attachment of spindle fibers. 4 കോമ്പിനേഷനുകളും ശരിയായാൽ 2 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. Certain pteridophytes produce 2 types of spores. Name this condition. Write the evolutionary significance of this condition. ചില ടെറിഡോഫൈറ്റുകൾ 2 തരം സ്പോറുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ അവസ്ഥയുടെ പേരെന്ത്? ഇതിൻ്റെ പരിണാമപരമായ പ്രാധാന്യം എഴുതുക. ടെറിഡോഫൈറ്റുകളിൽ ചില തരത്തിലുള്ള പ്ലാന്റ്സ്, സെലാജിനെല്ല, സാൽവീനിയ പോലെയുള്ള പ്ലാന്റ്സ് 2 തരം സ്പോറുകൾ ഉണ്ടാക്കുന്നു. അവ മെഗാസ്പോർസ് വലുതും മൈക്രോസ്പോർസ് ചെറുതും ആയിട്ടുള്ള സ്പോറുകളാണ്. ഇങ്ങനെ 2 തരം സ്പോർസ് ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹെറ്ററോസ്പോറി. അങ്ങനെ ഉണ്ടാകുന്ന ടെറിഡോഫൈറ്റുകളെ വിളിക്കുന്നത് ഹെറ്ററോസ്പോറസ് ടെറിഡോഫൈറ്റ്സ്. Genera like Selaginella and Salvinia, which produce 2 kinds of spores, megaspores and microspores. They are known as heterosporous plants. The megaspore germinate to form female gametophyte. The microspore germinate to form male gametophyte. The female gametophyte is retained on the parent sporophytes for a short period. കുറച്ച് സമയം ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് അതിൻ്റെ പേരൻ്റ് സ്പോറോഫൈറ്റിൽ റിമെയിൻ ചെയ്യുന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഇൻ ടു യങ് എംബ്രിയോസ് ടേക്സ് പ്ലേസ് വിതിൻ ദി ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. ഈ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിന്മേലാണ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയി മാറുന്നത്. ദിസ് ഇവൻറ്റ് ഈസ് എ പ്രിക്കേഴ്സർ ടു ദി സീഡ് ഹാബിറ്റ്. ഇങ്ങനെ സൈഗോട്ട് വളർന്ന് എംബ്രിയോ ആയി മാറുന്ന പ്രക്രിയ ഹയർ പ്ലാന്റ്സിൽ സീഡ് ഉണ്ടാവുന്ന പ്രോസസ്സിനെ കാണിക്കുന്നതാണ്. അതിനാൽ ഈ പ്രക്രിയ പിന്നീട് ഹയർ പ്ലാന്റ്സിൽ സീഡ് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ പ്രിക്കേഴ്സർ, മുൻഗാമി ആണെന്ന് പറയാം. ഇതാണ് ഹെറ്ററോസ്പോറിയുടെ പരിണാമപരമായ പ്രാധാന്യം. ഇത്രയും വിശദമായി നിങ്ങൾ ഉത്തരം എഴുതണമെന്നില്ല. 2-3 വാക്കുകളിൽ നമുക്കിത് ചുരുക്കാവുന്നതാണ്. ഹെറ്ററോസ്പോറസ് കണ്ടീഷന് പറയുന്ന പേരാണ് ഹെറ്ററോസ്പോറി. ഒന്നാമത്തെ ഉത്തരം ഹെറ്ററോസ്പോറി. ഇനി ദി ഹെറ്ററോസ്പോറി ഈസ് ദി പ്രിക്കേഴ്സർ ഓഫ് സീഡ് ഹാബിറ്റ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഇത്രയും എഴുതിയാൽ മതിയാകും. 2 മാർക്ക്. 11ാമത്തെ ചോദ്യം. ഒബ്സർവ് ദി ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സെൽ സൈക്കിൾ. ഐഡൻറ്റിഫൈ ദി സ്റ്റേജസ് എ ആൻഡ് ബി. റൈറ്റ് ദി പെക്യുലാരിറ്റി ഓഫ് ദി സ്റ്റേജ് നോട്ടഡ് ആസ് സി. കോശ ചക്രത്തിൻ്റെ ചിത്രീകരണം നിരീക്ഷിക്കുക. എ, ബി എന്നീ ഘട്ടങ്ങൾ ഏതെന്ന് എഴുതുക. സി എന്ന ഘട്ടത്തിൻ്റെ സവിശേഷത എഴുതുക. നമുക്ക് എ, ബി, സി എന്താണെന്ന് നോക്കാം. എ ഈസ് ഡിനോട്ടഡ് ആസ് എസ് ഫേസ്, ബി ഈസ് G2 phase and C is G0 phase. S is the synthesis phase
where DNA replication occurs. S ഘട്ടത്തിലാണ് DNA അളവ് കൂടുന്നത്. In G2 phase, protein synthesis occurs for mitosis. G2 ഫേസിൽ പ്രോട്ടീൻ നിർമ്മാണമാണ് നടക്കുന്നത്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷൻ നടക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നിർമ്മാണം നടക്കണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. 0 is the inactive stage called quiescent stage. In this stage, cell is metabolically active but no longer proliferate. സെൽ ഡിവിഷന് ശേഷം സെൽ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഈ സ്റ്റേജിന് പറയുന്ന പേരാണ് ക്വിസൻറ്റ് സ്റ്റേജ്. ഈ സമയം സെൽ മെറ്റബോളിക്കലി ആക്റ്റീവാണ്, പക്ഷേ മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല. എയും ബിയും എഴുതുന്നതിന് 1 മാർക്ക്, സിയുടെ ക്യാരക്ടർ എഴുതുന്നതിന് 1 മാർക്ക്, മൊത്തം 2 മാർക്ക്. 12ാമത്തെ ചോദ്യം. ഒബ്സർവ് ദി ഫിഗർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദി ഓർഗനൽ ആൻഡ് റൈറ്റ് ഇറ്റ്സ് 2 ഫങ്ഷൻസ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. കോശാംഗം ഏതെന്ന് എഴുതുക. അതിൻ്റെ 2 ധർമ്മങ്ങൾ എഴുതുക. ദി പിക്ചർ ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ഗോൾജി അപ്പാരറ്റസ്. 2 ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1. ഇറ്റ് ഈസ് സെക്രീറ്ററി ഇൻ ഫങ്ഷൻ. 2. ഇറ്റ് ഹെൽപ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സെൽ മെംബ്രെയിൻ ആൻഡ് മിഡിൽ ലാമെല്ല. 3. ദി വെസിക്കിൾസ് ഓഫ് ഗോൾജി കോംപ്ലക്സ് ആക്ട്സ് ആസ് സ്റ്റോറേജ് സ്ട്രക്ചർ ഫോർ പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ്. ഏതെങ്കിലും 2 ഫങ്ഷൻസ് എഴുതുക. ഗോൾജി അപ്പാരറ്റസ് എഴുതുന്നതിന് 1 മാർക്ക്, 2 ഫങ്ഷൻസ് എഴുതുന്നതിന് 1 മാർക്ക്, മൊത്തം 2 മാർക്സ്. 3ാമത്തെ സെക്ഷൻ. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 സ്കോർസ്. 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 4 എണ്ണം ഉത്തരം എഴുതണം. 3 മാർക്ക് വെച്ച് 12 മാർക്ക്. 4ാമത്തെ ചോദ്യം. ഒബ്സർവ് ദി ഫ്ലോറൽ ഫോർമുല ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദി ഫാമിലി. റൈറ്റ് എനി 3 peculiarities ഓഫ് ഗൈനീഷ്യം. നെയിം എ പ്ലാന്റ് ബിലോങ്ങിങ് ടു ദിസ് ഫാമിലി. ഫ്ലോറൽ ഫോർമുല കൃത്യമായി നിരീക്ഷിക്കുക. ഫസ്റ്റ് ഇയറിൽ 3 ഫാമിലീസാണ് പഠിക്കാനുള്ളത്. സൊളനേസിയെ, ഫാബേസിയെ, ലിലിയേസിയെ. അതിൽ സൊളനേസിയയുടെ ഫ്ലോറൽ ഫോർമുലയാണ് തന്നിരിക്കുന്നത്. സോ ദി ആൻസർ ടു ക്വസ്റ്റ്യൻ എ ഈസ് സൊളനേസിയെ. ഫ്ലോറൽ ഫോർമുലയിലെ ഗൈനീഷ്യത്തിൻ്റെ പ്രത്യേകതകൾ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് എഴുതിയാൽ മതിയാകും. ജിയുടെ താഴെ ഒരു ലൈൻ ഉള്ളതുകൊണ്ട് ജി ഗൈനീഷ്യം ഈസ് സുപ്പീരിയർ എന്ന് നമുക്ക് കരുതാം. സോ ഗൈനീഷ്യം ഈസ് സുപ്പീരിയർ. അതിൽ 2 ബ്രാക്കറ്റിലാണ് കിടക്കുന്നത്. 2 കാർപ്പൽസ് ആണുള്ളത്, ബൈകാർപ്പലറി. ഇനി അത് ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് സിങ്കാർപ്പസ്. സോ ഗൈനീഷ്യം ഈസ് സുപ്പീരിയർ, ബൈകാർപ്പലറി ആൻഡ് സിങ്കാർപ്പസ്. എക്സാമ്പിൾ: ബ്രിഞ്ചാൾ, ക്യാപ്സിക്കം, ഡെറ്റൂറ, നിക്കോട്ടിയാന, ടൊമാറ്റോ, പൊട്ടറ്റോ ഇതെല്ലാം തന്നെ ഈ ഫാമിലിയിൽ വരുന്നതാണ്. ഏതെങ്കിലും ഒരു ചെടിയുടെ പേര് എഴുതുക. ഫാമിലിയുടെ പേര് എഴുതുന്നതിന് 1 മാർക്ക്, 3 ക്യാരക്ടേഴ്സ് എഴുതുന്നതിന് 1.5 മാർക്ക്, പ്ലാന്റിൻ്റെ പേര് എഴുതുന്നതിന് 1/2 മാർക്ക്, മൊത്തം 3 മാർക്ക്. 14ാമത്തെ ചോദ്യം. എസെൻഷ്യാലിറ്റി ഓഫ് ആൻ എലിമെൻറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ത്രൂ സർട്ടൻ ക്രൈറ്റീരിയ. എ. Write any 2 criteria determining the essentiality of elements. B. Name the technique of growing plants in a nutrient solution. മൂലകങ്ങളുടെ ആവശ്യകത നിർണ്ണയിക്കുന്നത് ചില മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. മൂലകങ്ങളുടെ ആവശ്യകത നിർണ്ണയിക്കുന്ന 2 മാനദണ്ഡങ്ങൾ എഴുതുക. സസ്യങ്ങളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതി ഏത്? ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എലിമെൻറ്റ് എസെൻഷ്യൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് താഴെ പറയുന്ന 3 ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ്. ദി എലമെൻറ്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട്ലി നെസസറി ഫോർ സപ്പോർട്ടിംഗ് നോർമൽ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. നമ്പർ 2. ദി റിക്വയർമെൻറ്റ് ഓഫ് ദി എലമെൻറ്റ് മസ്റ്റ് ബി സ്പെസിഫിക് ആൻഡ് നോട്ട് റീപ്ലേസബിൾ ബൈ എനി അതർ എലിമെൻറ്റ്. നമ്പർ 3. ദി എലമെൻറ്റ് മസ്റ്റ് ബി ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദി മെറ്റബോളിസം ഓഫ് ദി പ്ലാന്റ്. ഇതിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതിയാൽ മതിയാകും. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം. സസ്യങ്ങളെ പോഷകലായനിയിൽ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. ദി ടെക്നിക് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ ഈസ് നോൺ ആസ് ഹൈഡ്രോപോണിക്സ്. ജൂലിയസ് വോൺ സാക്സ് demonstrated it first in 1860. By this method, the essential elements and their deficiency symptoms
of plants could be identified. Hydroponics has been employed as a technique for commercial production of tomato, seedless cucumber and lettuce. രണ്ട് ക്രൈറ്റീരിയകൾ എഴുതുന്നതിന് 2 മാർക്ക്, ടെക്നിക്കിൻ്റെ പേര് എഴുതുന്നതിന് 1 മാർക്ക്, മൊത്തം 3 മാർക്ക്. 15ാമത്തെ ചോദ്യം. ഒബ്സർവ് ദി ഡയഗ്രം ഗിവൺ ബിലോ. താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കുക. ലേബൽ ദി പാർട്സ് എ, ബി, സി ആൻഡ് ഡി. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദി വാസ്കുലർ ബണ്ടിൽസ് സീൻ ഇൻ ദി ഫിഗർ. എ, ബി, സി, ഡി എന്നീ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. ചിത്രത്തിൽ കാണുന്ന വാസ്കുലർ ബണ്ടിലുകളുടെ 2 സവിശേഷതകൾ എഴുതുക. നോക്കി ലേബൽ ചെയ്യാം. എ എപ്പിഡെർമിസ്, ബി കോർട്ടെക്സ്, സി സൈലം ആൻഡ് ഡി ഫ്ലോയം. ഭാഗത്തിൻ്റെ ഉത്തരം. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ്. 1. Radial vascular bundles. 2. Exarch xylem bundles. 3. Xylem cells are polygonal in shape. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. എ, ബി, സി, ഡി ലേബൽ ചെയ്യുന്നതിന് 2 മാർക്ക്, വാസ്കുലർ ബണ്ടിൽസിൻ്റെ 2 പോയിൻറ്റ്സ് എഴുതുന്നതിന് 1 മാർക്ക്, മൊത്തം 3 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഒബ്സർവ് ദി ഫിഗേഴ്സ് എ, ബി ആൻഡ് സി. ഐഡൻറ്റിഫൈ ദി പൊസിഷൻ ഓഫ് ഓവറി ഓഫ് ഈച്ച് ഫ്ലവർ ആൻഡ് നെയിം ദി ഫ്ലവേഴ്സ് അക്കോർഡിംഗ്ലി. എ, ബി, സി എന്നീ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ഓരോ പൂവിൻ്റെയും ഓവറിയുടെ സ്ഥാനം കണ്ടെത്തി എഴുതുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പൂക്കളെ തിരിച്ചറിയുക. ഒരു പൂവിലെ ഓവറിയുടെ പൊസിഷൻ അനുസരിച്ച് 3 തരം പൂക്കൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്. ആ 3 തരം പൂക്കളുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ് ആണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അനുസരിച്ച് എ ഫ്ലവർ ഈസ് പെരിഗൈനസ്, ബി ഫ്ലവർ ഈസ് എപ്പിഗൈനസ് ആൻഡ് സി ഫ്ലവർ ഈസ് ഹൈപ്പോഗൈനസ്. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് ഓരോ ഫ്ലവറിനെ കുറിച്ചും ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. പെരിഗൈനസ് ഫ്ലവർ. ദി തലാമസ് ഈസ് കോൺകേവ് ആൻഡ് കപ്പ് ഷേപ്ഡ്. ദി ഓവറി ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി കോൺകേവ് തലാമസ് without fusing it with. The other floral parts such as calyx, corolla and androecium arise from the periphery of the thalamus cup. The ovary is said to be half inferior. Examples: plum, rose, peach, etc. Epigynous flower. The thalamus becomes deeply cup-shaped and is fused with the ovary. The other parts of the flower arise above the ovary. Ovary is inferior. Example: guava, cucumber and the ray florets of sunflower. C. Hypogynous flower. The thalamus is flat, convex, conical or elongated. The ovary is located at the top. Here the other floral parts such as calyx, corolla and androecium are attached to the thalamus below the ovary. The ovary is superior. Example: mustard, china rose and brinjal. വിശദമായി എഴുതണമെന്നില്ല. ഓരോ പൂവിൻ്റെയും ഓവറിയുടെ പൊസിഷൻ മാത്രം എഴുതിയാൽ മതിയാകും. തരം പൂക്കളുടെ പേരുകളും അവയുടെ ഓവറി പൊസിഷനും എഴുതിയാൽ 3 മാർക്ക്. 7ാമത്തെ ചോദ്യം. ദി ഗർത്ത് ഓഫ് എ സ്റ്റെം ഇൻക്രീസസ് ഡ്യൂ ടു ദി ആക്ടിവിറ്റി ഓഫ് cambial റിംഗ്. എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് cambial റിംഗ് ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റി. cambial വലയത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് കാണ്ഡത്തിൻ്റെ വണ്ണം കൂടുന്നത്. cambial വലയം ഉണ്ടാകുന്ന രീതിയും cambial വലയത്തിൻ്റെ പ്രവർത്തനവും എഴുതുക. സ്റ്റെമ്മിലെ ദ്വിതീയ വളർച്ച, സെക്കൻഡറി ഗ്രോത്ത്, നടക്കുന്നത് 2 സ്റ്റെപ്പുകളിലായിട്ടാണ്. ഫോർമേഷൻ ഓഫ് cambial റിംഗ്. ദി cambium present between primary xylem and primary phloem is called intrafascicular cambium or simply it is called fascicular cambium. സൈലത്തിനും ഫ്ലോയത്തിനും ഇടയ്ക്കുള്ള കേമ്പിയത്തിന് പറയുന്ന പേരാണ് ഇൻട്രാഫാസിക്കുലാർ കേമ്പിയം. ദി സെൽസ് ഓഫ് മെഡുലറി റേസ് adjacent with the fascicular cambium become meristematic to form a new cambium called interfascicular cambium. ഗ്രോത്ത് നടക്കുമ്പോൾ 2 വാസ്കുലർ ബണ്ടിലിന് ഇടയിലുള്ള എന്നാൽ ഇൻട്രാഫാസിക്കുലാർ കേമ്പിയത്തിന് നേരെയുള്ള മെഡുലറി റേസ് മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി നേടി അത് ഇൻട്രാഫാസിക്കുലാർ കേമ്പിയവുമായിട്ട് ജോയിൻ ചെയ്യുന്നു. മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി നേടിയ മെഡുലറി റേസിന് പറയുന്ന പേരാണ്
interfascicular cambium. Both these cambium unite to form a complete ring called a cambial ring. ഈ രണ്ട് ഇൻട്രാഫാസിക്കുലർ കേമ്പിയവും ഇൻ്റർഫാസിക്കുലർ കേമ്പിയവും തമ്മിൽ യുണൈറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് കേമ്പിയൽ റിംഗ് ഉണ്ടാകും. ആക്ടിവിറ്റി ഓഫ് കേമ്പിയൽ റിംഗ്. ദി കേമ്പിയൽ റിംഗ് കട്ട് ഓഫ് സെൽസ് ടുവേഡ്സ് ദി ഇന്നർ സൈഡ് ആൻഡ് ടു ദി ഔട്ടർ സൈഡ്. ഇനി കേമ്പിയൽ റിങ്ങിൻ്റെ ആക്ടിവിറ്റിയാണ്. ഈ കേമ്പിയൽ റിങ്ങിൽ നിന്ന് ഉള്ളിലേക്കും പുറത്തേക്കും പുതിയ സെല്ലുകൾ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. ദി സെൽസ് ഫോംഡ് ടുവേഡ്സ് ദി ഇന്നർ സൈഡ് മെച്ചുർ ഇൻ ടു സെക്കൻഡറി സൈലം. അകത്തേക്ക് കട്ട് ഓഫ് ചെയ്യുന്ന സെല്ലുകൾ എല്ലാം സെക്കൻഡറി സൈലമായി മാറുന്നു. ദി സെൽസ് ഫോംഡ് ടുവേഡ്സ് ദി ഔട്ടർ സൈഡ് മെച്ചുർ ഇൻ ടു സെക്കൻഡറി ഫ്ലോയം. പുറത്തേക്ക് കട്ട് ഓഫ് ചെയ്യുന്ന സെല്ലുകളെല്ലാം സെക്കൻഡറി ഫ്ലോയവും ആയി മാറുന്നു. രണ്ട് സ്റ്റെപ്പുകളിലൂടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കഴിഞ്ഞു. പക്ഷേ ഉത്തരത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി അടുത്ത 1-2 പോയിൻറ്റ്സ് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഈ ഭാഗം ചോദ്യത്തിൻ്റെ ഉത്തരമായി വരണമെന്നില്ല. ദി എമൗണ്ട് ഓഫ് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ്ഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി ഫ്ലോയം ഫോംഡ്. Primary and secondary phloems get gradually crushed due to the continuous formation of and accumulation of secondary xylem. Cambium forms narrow band of parenchyma passing through secondary xylem and secondary phloem in radial direction to form secondary medullary rays. ആദ്യ ഭാഗമായ ഫോർമേഷൻ ഓഫ് കേമ്പിയൽ റിംഗ്, ആക്ടിവിറ്റി ഓഫ് കേമ്പിയൽ റിംഗ് എന്നിവ എഴുതിയാൽ മതിയാകും. 2 പോയിൻറ്റ്സും എഴുതുമ്പോൾ 3 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ടൈമിൽ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് രാജു സയൻസ് വേൾഡ് ഫോർ മോർ വീഡിയോസ്. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.